ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഇൻഫർമേഷൻ വന്നിട്ടാണ്. നമ്മുടെ വെഹിക്കിളിന് വേണ്ടി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ നിന്ന് നമ്മൾ കയ്യിൽ നിന്ന് മിസ്സായി പോവുകയോ അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് മിസ്സാകുകയോ ചെയ്യുന്ന സമയത്ത് പിന്നീട് നമുക്ക് ആ ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ ഇൻസ്റ്റ ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സോ അതിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ ഈ ഒരു ഡൗൺലോഡ് ചെയ്യേണ്ട ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്, കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലൂടെ നിങ്ങൾ ഇവിടെ എത്തുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ PUC സർട്ടിഫിക്കറ്റ്, അതിൻ്റെ താഴത്തായിട്ട് രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ ചേസിസ് നമ്പർ, അതുപോലെ തന്നെ ഒരു ക്യാപ്ച എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബോക്സിൽ നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ, വെഹിക്കിൾ നമ്പർ, അതാണ് രജിസ്ട്രേഷൻ നമ്പർ. ചേസിസ് നമ്പർ നിങ്ങൾ ഫുൾ എൻ്റർ ചെയ്യേണ്ടതല്ല, എൻ്റർ ലാസ്റ്റ് 5 ക്യാരക്ടർ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ചേസിസ് നമ്പറിൻ്റെ അവസാനത്തെ 5 അക്കം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു കോഡ് ഈ ഒരു ബോക്സിൽ എൻ്റർ ചെയ്തതിനു ശേഷം PUC ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ കാറ്റഗറി, മേക്ക്, സ്ട്രോക്ക്, മോഡല്, ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്, ഫ്യൂവൽ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശേഷം നമ്മുടെ നമ്പർ പ്ലേറ്റും കൂടി കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് താഴത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ എന്നാണ് കാണിക്കുന്നത്. അതായത് പൊല്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ SC എന്നവിടെ കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ നോ എന്ന് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ എന്ന ഭാഗത്ത് S ആണ് കാണിക്കുന്നത്. 80 രൂപയാണ് നമുക്ക് പൊല്യൂഷൻ വന്നിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും പ്രിൻ്റ് എന്ന ബട്ടൺ. ആ പ്രിൻ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഓപ്പണായി വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് മുകളിലായിട്ടൊരു പ്രിൻറ്റിൻ്റെ ഒരു ബട്ടൺ കാണാൻ പറ്റും. മുകളിലായിട്ട് ബാക്ക് എന്നും പ്രിൻ്റ് എന്ന് കാണാൻ പറ്റും. മുകളിലായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു പ്രിൻ്റ് എന്ന ബട്ടണും കൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇതൊന്ന് പ്രിൻ്റ് ചെയ്തിട്ട് PDF ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇപ്പം ഫിസിക്കലായിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും പ്രിൻ്റ് ഔട്ട് കടയിൽ പോയിട്ട് നമുക്കിത് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഈ ഒരു PUC സർട്ടിഫിക്കറ്റ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഓക്കെ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.